നമസ്കാരം. വെൽക്കം ടു റിയാക്ഷൻ. അപ്പോൾ നമ്മുടെ അഭിനവ് സുന്ദർ നായിക് ഡയറക്റ്റ് ചെയ്ത് നസ്ലിൻ നായകനായിട്ട് വരുന്ന പുതിയ സിനിമയാണ് മോളിവുഡ് ടൈംസ്. അപ്പോൾ പടത്തിന്റെ ടീസർ റിലീസ് ആയിട്ടുണ്ട്. ഭയങ്കര നാളായിട്ട് ഇപ്പൊ കുറച്ച് വെയിറ്റ് ചെയ്തിരുന്ന് അവര് ആദ്യം ഈ ഈ മാസം റിലീസ് പ്രതീക്ഷിച്ച പടമാണ്. പക്ഷെ അത് എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് പുള്ളി വീണ്ടും അതിനെ ഷിഫ്റ്റ് ചെയ്തായിരുന്നു അഭിനവ് സുന്ദർ നായിക്. അപ്പോൾ അതിന്റെ ഒരു ടീസർ പുതുതായിട്ട് വന്നിട്ടുണ്ട്. പ്രൊഡ്യൂസർ ആഷിഖ് ഉസ്മാൻ ആണ്. സിനിമാറ്റോഗ്രാഫർ വിശ്വജിത്ത് ഒടുക്കത്തിൽ, പിന്നെ മ്യൂസിക് ജെയ്റ്റ്സ് ബിജോയുടെ മ്യൂസിക്കാണ്. അപ്പോൾ കിണസാനമായിരിക്കും, പറയണ്ട. പിന്നെ എഡിറ്റിങ് നിതിൻ രാജും പിന്നെ ഡയറക്ടറും അഭിനവ് സുന്ദർ നായിക്കും രണ്ടുപേരും കൂടിയാണ് എഡിറ്റിംഗ് ചെയ്തേക്കുന്നത്. സൗണ്ട് ഡിസൈൻ ബൈ വിഷ്ണു ഗോവിന്ദ്. വിനായക് ശശികുമാറാണ് ലിറിക്സ്. കോസ്റ്റ്യൂം അഷർ, കൊറിയോഗ്രാഫർ ഷോബി മാസ്റ്റർ. പിന്നെ അങ്ങനെ 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 പോകുന്നു. അപ്പൊ പടത്തിന്റെ ടീസർ റിലീസായിട്ടുണ്ട്. റിലീസായി ഒരു 6 മണിക്കൂറിനുള്ളിൽ തന്നെ എത്രയാ 6 ലക്ഷം പേര് ഇതിന്റെ ടീസർ കണ്ടിട്ടുണ്ട്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, എത്രത്തോളം ഈഗർലി വെയിറ്റിംഗ് ആയിട്ടായിരിക്കും എല്ലാവരും ഇരിക്കണേ പടം കാണാനായിട്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ കാരണം ഈ ഡയറക്ടറുടെ ആദ്യത്തെ പടം തന്നെയാണ്. മുകുന്ദനുണ്ണി അസോസിയേറ്റ് ഗംഭീര സാധനമായിരുന്നു. എന്താ പറയാ, ഒരു ഫ്രഷ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിൽ ആരോടും നോ റിഗ്രറ്റ്സ് എന്ന് പറഞ്ഞിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്ത സംഭവമാണ് മൂപ്പര്. എന്താ പറയാ, ആരോടും ഒന്നും പറയാനില്ല. നിങ്ങൾ വേണമെങ്കിൽ പടം കാണുക, പടം കണ്ടിട്ട് വിലയിരുത്തി പോവാൻ നോക്കുക. അങ്ങനെ നോ റിഗ്രറ്റ്സ് എന്നുള്ള സെറ്റപ്പ് ഇല്ല നമ്മുടെ LJPയുടെ അതേ സാധനം തന്നെയാണ് ഇങ്ങേർക്ക് ഇച്ചിരി കൂടുതലാണ് അഭിനവിന്. അപ്പോ അഭിനവിന്റെ ഈ പുതിയ പടത്തിന്റെ ടീസർ ആദ്യം ഒന്ന് കണ്ടിട്ട് ബാക്കി സംസാരിക്കും. അച്ഛാ, എനിക്കൊരു വീഡിയോ ക്യാമറ വാങ്ങിച്ചു തരൂ. മനോജ് നൈറ്റ് ചാമളന്റെ അച്ഛൻ മനോജ് നൈറ്റ് ചാമളന് ചെറുപ്പത്തെ വീഡിയോ ക്യാമറ വാങ്ങിച്ചു കൊടുത്തോണ്ടല്ലേ ഇപ്പൊ ഒരു ഹോളിവുഡ് ഡയറക്ടറായി. ഇവിടെ ഹോളിവുഡ് ഇല്ല. ഈ കൊച്ചു കേരളത്തിൽ സ്മോൾ വുഡേ ഉള്ളൂ. ഹോളിവുഡ് മതി, മോളിവുഡ് മതി. First will always be recorded and remembered in history. എൻ്റെ ആദ്യ സിനിമ എല്ലാവരും ഓർക്കണം. അതിന് ഓഡിയൻസ് പേടിച്ചാൽ മാത്രം പോരാ, ആ പേടി ഒരു ചരിത്രമാണ്. ആ ചരിത്രം ആഘോഷിക്കപ്പെടണം. ക്യാമറ കിട്ടിയോ തന്നെ നമ്മളൊരു ഹൊറർ ഷോട്ട് ഫിലിം എടുക്കും. നീയാണ് നായകൻ. ഞാനോ? യെസ്, അൺപ്രഡിക്റ്റബിൾ ടേൺ ഓഫ് ഇവന്റ്സ്, ജസ്റ്റ് ലൈക്ക് എ മനോജ് നൈറ്റ് ചാമളൻ ഫിലിം. എനിക്ക് വെറും ഒരു ഫിലിം മേക്കറായ പോരാ സുചി, എൻ്റെ ഫീൽഡിലെ ബെസ്റ്റ് ആകണം. ദി ബെസ്റ്റ് ഹൊറർ ഫിലിം മേക്കർ മലയാളം സിനിമ ഹാസ് എവർ പ്രൊഡ്യൂസ്ഡ്. Greatest of all time, coming for the throne now, defining Bollywood, better than this old ones. I'm coming to save മലയാളം സിനിമ. ആ ലാസ്റ്റത്തെ സാധനം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ സാധനമില്ലേ മറ്റേ ഡിക്കാപ്രിയോടെ ഐ എം കമ്മിങ് ടു സിനിമ. അത് ഗംഭീരമായിട്ടുണ്ട്. ഇത് ശരിക്കും ഇതിന്റെ കാലഘട്ടം കാണിക്കണ എന്താണെന്നുള്ളൊരു ഡൗട്ട് വരുന്നുണ്ട്. പുള്ളിയുടെ ഹെയർ സ്റ്റൈലും പിന്നെ ആ സിനിമ കൊട്ടക കാണിക്കുന്നതും ഇതിപ്പോ നടക്കുന്നതാണോ അതോ മലയാളത്തിലെ ആദ്യത്തെ ഹൊറർ സിനിമ പിടിക്കാൻ പോകുന്ന ആളെ കുറിച്ചാണോ എന്താണെന്നൊരു എന്താ പറയാ, ഒരു കൺഫ്യൂഷൻ വരുന്നുണ്ട്. പുള്ളി എന്താ ഉദ്ദേശിക്കണേന്നും ഒരു ഡൗട്ട് ഉണ്ട്. കാരണം പഴയ കാലഘട്ടം കാണിക്കുന്നുണ്ട്, പിന്നെ പുതിയതും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഷഫ്ലിംഗ് പോലെ തോന്നുന്നുണ്ട്. പിന്നെ പുള്ളിയുടെ ഹെയർ സ്റ്റൈൽ ഒരു പഴയ ഒരു ആക്ടറുടെ മീൻസ് ഒരു പണ്ടത്തെ ഒരു നമ്മുടെയൊക്കെ പഴയ ഹിപ്പി സ്റ്റൈലില്ലേ, ആ ഒരു ഹെയർ സ്റ്റൈൽ ലുക്ക് വരുന്നുണ്ട് മൂപ്പറുടെ ഇതില്. എന്താണാവോ ഇനിയിപ്പോ. ഹൊറർ എന്ന് പറയുമ്പോൾ തന്നെ പുള്ളിയുടെ കുറെ എഡിറ്റിംഗ് സ്കിൽസ് ഇതിനകത്ത് വരും അഭിനവിന്റെ. അത് ഒന്നും പറയാൻ പറ്റില്ല എന്താ വരികയെന്ന്. ഇങ്ങേരായതുകൊണ്ടും പിന്നെ നല്ല വെയിറ്റിംഗ് ആണ്, എല്ലാവരും നല്ല വെയിറ്റിംഗ് ആണ് പുള്ളിയുടെ പടത്തിന്. കോട്ട വെയിറ്റിംഗ് ആണ്. എന്താണെന്ന് നോക്കാം. ഗംഭീരം ഒബ്വിയസ്ലി.
പുള്ളിക്കാരൻ എന്താ പറയാ, പുള്ളിയുടെ ഒരു, ഞാൻ ഇതിലോ ആരോ കാണാൻ കേട്ടതാ, മീൻസ് ഇന്റർവ്യൂലോ സംതിങ്, പുള്ളിയുടെ ഒരു മനോജ് നൈറ്റ് ശ്യാമളനോടുള്ള ഒരു ഒബ്സഷനും പുള്ളിയുടെ സിനിമകളോടുള്ള ഒരു ഇതും, അങ്ങേര് തന്നെ ഈ പുള്ളിയുടെ ഒരു ട്രിലജി കൺസെപ്റ്റ് ഉണ്ടല്ലോ, അതേ സംഭവം തന്നെ പുള്ളിക്കാരൻ മലയാളത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ടായി അഭിനവ്. അപ്പൊ അതും ഈ പടവും അതിന്റെ ഒരു ഭാഗമാണെന്നാണ് പറയുന്നത്. നോക്കാം എന്താണെന്നുള്ളത്. നമുക്ക് ഈ പടത്തിന്റെ ഡീറ്റെയിൽഡ് റിവ്യൂല് വരാം. പടം ഇറങ്ങട്ടെ. ജൂലൈ 5 തോന്നുന്നു പടത്തിന്റെ ഇത് കാണിച്ചേക്കുന്നത്, ട്രെയിലർ അല്ല ആക്ച്വലി റിലീസ് ഡേറ്റ്. നോക്കാം. വെയിറ്റിംഗ് ഫോർ ദ മോളിവുഡ് ടൈംസ്. അപ്പോൾ ഓക്കെ, ദിസ് വാസ് ദ റിവ്യൂ. ഇഫ് യു ലൈക്ക് ഇറ്റ്, then share, comment and subscribe. Thank you.